പദ്ധതി വീണ്ടും വൈകുന്നു. ജർമ്മനിയിലെ വലിയ റെയിൽവേ പദ്ധതിയായ സ്റ്റുട്ട്ഗാർട്ട് 21 വീണ്ടും വൈകുന്നതായി റിപ്പോർട്ട്. ഈ പദ്ധതി പൂർണ്ണമായി ഇനി 2031 മാത്രമേ ആരംഭിക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ ചെലവ് ആദ്യം 2.5 ബില്യൺ യൂറോ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് 11 ബില്യൺ യൂറോ ആയി വർദ്ധിച്ചിരിക്കുന്നു. ഇത് പദ്ധതിയുടെ ചെലവ് 4 മടങ്ങിലധികം വർദ്ധിച്ചതായി വ്യക്തമാക്കും. നിർമ്മാണത്തിലെ പ്രശ്നങ്ങളും പദ്ധതി നടപ്പിലെ ഗുരുതരമായ പിഴവുകളുമാണ് വൈകുന്നതിന് പ്രധാന കാരണമായി വ്യക്തമാക്കുന്നത്. അതേസമയം യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനായി 2027 കൂടി ചില ഭാഗങ്ങൾ ഭാഗികമായി തുറക്കാനും പദ്ധതി ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജർമ്മനിയിൽ ഭവനക്ഷാമം തുടരുന്നു. ജർമ്മനിയിലെ വലിയ നഗരങ്ങളായ ബെർലിൻ, മ്യൂണിക്, ഹാംബുർഗ് എന്നിവിടങ്ങളിൽ ഭവനക്ഷാമം രൂക്ഷമാവുകയാണ്. വീടുകളുടെ ലഭ്യത കുറവായതിനാൽ വാടക നിരക്കുകൾ ഉയരുന്നു. പഠനം, ജോലി എന്നിവയ്ക്കായി കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്തുന്നതും പുതിയ വീടുകളുടെ നിർമ്മാണം ആവശ്യത്തിന് നടക്കാത്തതുമാണ് പ്രധാന കാരണം. കൂടുതൽ വീടുകൾ നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഇത് ഒരു വലിയ വെല്ലുവിളിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് വാഹന വിപണിയിൽ മത്സരം ശക്തമാകുന്നു. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡീസ് ബെൻസ്, BMW, ഫോക്സ് വാഗൻ എന്നിവ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം ടെസ്ലയും ചൈനീസ് കമ്പനികളും ആഗോള വിപണിയിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കുന്നു. മത്സരത്തിൽ മുന്നിൽ നിൽക്കാൻ ജർമ്മൻ കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യകൾ വർദ്ധിപ്പിക്കുന്നു.